നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കോളേജുകളിൽ ആധുനിക വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും മാറ്റം വേണമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന പദ്ധതികളാണ് ആവശ്യമെന്നും ആർ ബിന്ദു. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം. വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പോലീസ് പിന്മാറി. മംഗലം, ചെറുകുന്നം, എരിക്കിഞ്ചിറ പള്ളികളിലാണ് പ്രതിഷേധം. ചെറുകുന്നത്ത് വിശ്വാസികളും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷമാണ് വടക്കഞ്ചേരിയിൽ നടന്നത്. കാറ്റും മഴയും. കിഴക്കഞ്ചേരി പട്ടയംപാടത്ത് റബ്ബർ മരങ്ങൾ വീണ് വൻ നാശനഷ്ടം. ജില്ലയിൽ KICBക്ക് 1.5 കോടിയോളം രൂപയുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. കോളേജുകളിൽ ആധുനിക വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും മാറ്റം വേണമെന്ന് മന്ത്രി ആർ ബിന്ദു. നെന്മാറ NSS കോളേജിൽ റൂസ പദ്ധതി പ്രകാരം 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അതിന് യോജിച്ച തരത്തിൽ അക്കാദമികമായ ഉള്ളടക്കത്തെ കൂടി അഴിച്ചു പണിയണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നിയോഗിച്ചിട്ടുള്ള 3 ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണ്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ വർഷം നമ്മൾ 4 ഇയർ UG പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണ് കാര്യമായ ഇടപെടലുകൾ നടത്തിയത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അക്കാദമിക ഗുണമേന്മയുടെ വർധനവിനും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനുമെല്ലാം സാധിച്ചു. ഒട്ടനവധി പുരസ്കാരങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വ്യത്യസ്ത ഏജൻസികൾ കൊച്ചു കേരളത്തിന് സമ്മാനിക്കുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ സ്വാഭാവിക തുടർച്ചയെന്നോണമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് കരുതി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അത് നല്ല രീതിയിൽ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും മികച്ച അക്കാദമിക് ബ്ലോക്കുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം കഴിഞ്ഞ ഒരു 4 വർഷക്കാലത്തിനുള്ളിൽ സാധ്യമായി എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. റൂസ പദ്ധതിയിൽ തന്നെ 568 കോടി രൂപയുടെ പദ്ധതികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 116 കോളേജുകൾക്ക് 2 കോടി രൂപയോളം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ ബാക്കി വരുന്നത് സർവകലാശാലകളിലേക്കാണ് വിന്യസിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന പദ്ധതികളാണ് ആവശ്യമെന്നും ആർ ബിന്ദു പറഞ്ഞു. KD പ്രസേനൻ MLA അധ്യക്ഷനായിരുന്നു. K ബാബു MLA മുഖ്യാതിഥിയായി. K സുധീർ, A വത്സല, K ഓമന, M ഗിരീഷ്, കാസിം, ഗൗതം ഉണ്ണി, KA തുളസി, ഡോക്ടർ S സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം. വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പോലീസ് പിന്മാറി.
കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന ചെറുകുന്നം, മംഗലണ്ടാം, എരിക്കിഞ്ചിറ പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറുന്നതിനായാണ് പള്ളികളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വൻ പോലീസ് സന്നാഹത്തോടെ എത്തിയത്. പള്ളികൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. പ്രതിരോധിക്കുന്നതിന് വേണ്ടി വിശ്വാസികളും സംഘടിച്ചെത്തി. പ്രതിഷേധത്തെ തുടർന്ന് പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പോലീസ് തൽക്കാലം പിന്മാറി. ചെറുകുന്നത്ത് വിശ്വാസികളും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. 2 തവണ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്തു. ആലത്തൂർ തഹസിൽദാർ ടി ജയശ്രീ, ഭൂരേഖ തഹസിൽദാർ ആർ മുരളി മോഹൻ, ദേശീയപത സ്ഥലമേറ്റർ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാർ പി ജയചന്ദ്രൻ, ഡിവൈഎസ്പിമാരായ എൻ മുരളീധരൻ, ആർ മനോജ് കുമാർ, കൃഷ്ണദാസ്, അബ്ദുൽ മുനീർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധത്തിന് ഫാദർ രാജു മാർക്കോസ്, ഫാദർ വർഗീസ് തണ്ണിക്കോട്ടിൽ, ഫാദർ മാത്യു എബ്രഹാം ആഴാന്തറ, ഫാദർ ബിജു തുണ്ടമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അവിടുത്തെ ആളുകൾ ചേർന്ന്, അവിടുത്തെ പ്രാധാന്യമുള്ള ആളുകൾ ചേർന്ന് അതിന് ഒരു തീരുമാനമെടുക്കും. അത് തീരുമാനമെടുക്കും 2 കൂട്ടർക്കും അത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അത് സമാജത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അവര് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അതിന്റെ മേലധികാരികൾ കൊടുക്കും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡിവിഷൻ ബെഞ്ച് വരുന്നതുവരെ അതിന്റെ വിധി വരട്ടെ. അങ്ങനെ ഒരു സ്റ്റേയോ എൻട്രി മോഡോ യെസ് സാർ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ നിലവിൽ കൊടുക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ കേസ് ഞാൻ പറഞ്ഞല്ലോ മാഡം, വളരെ ബഹുമാനത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും ആദരിച്ചും കൊണ്ടും കോടതി വിധിയെ മാനിച്ചുകൊണ്ടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് അടിയുറച്ചു നിൽക്കുവാൻ വേണ്ടി പണിതു തന്നിരിക്കുന്ന ഈ ആലയം ഞങ്ങളുടെ മരണത്താലല്ലാതെ ഞങ്ങൾക്കിത് വിട്ടുതരാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾക്കതേ സാധ്യമാവുള്ളൂ. ഞങ്ങൾ എവിടേക്കൊന്ന് ഇറങ്ങിപ്പോകണമെന്ന് കൂടി നിങ്ങളൊന്ന് പറയണം. ഞങ്ങൾ 60-ൽ പരം വർഷത്തിന് മുൻപായി സ്ഥാപിച്ച ഈ ദേവാലയം ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഒരേ 72 വർഷം ഈ പിതാക്കന്മാരെല്ലാം കല്ലും മണ്ണും ചുമന്ന് പണിതുയർത്തിയൊരു ദൈവാലയമാണ്. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യമാവില്ല. ഞങ്ങൾക്കതിന് കഴിയില്ല. കോടതിയെ ബഹുമാനിക്കാതിരിക്കുന്നതല്ല, കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ്, നിങ്ങളെല്ലാവരെയും മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകും. ഞങ്ങൾക്ക് വേറൊരു ഇടമില്ല പോവാൻ. ഞങ്ങളുടെ വിശ്വാസത്തിൽ മാത്രം നിലനിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരു വ്യക്തികൾ പോലും ഇതിനകത്ത് എതിർപക്ഷത്തില്ല. അതെ, ഞങ്ങൾക്ക് ഇപ്പം ഇത് വിധി നടപ്പാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പോലീസ് അധികാരികളോടും തഹസീൽദാരിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ വേദനയുടെ ആ ചിത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളും അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ശവടക്കുണ്ട്, ഞങ്ങൾക്ക് ശവടക്കണം. ഞങ്ങളുടെ വിശ്വാസികൾ മരിച്ചാൽ ആ വിശ്വാസത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആചാര്യന്മാർ, പുരോഹിതന്മാർ ആ ശുശ്രൂഷ പൂർത്തീകരിക്കണമെന്നത് വിശ്വാസിയുടെ ആഗ്രഹമാണ്. അത് നടപ്പാക്കാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ കഴിയില്ല. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നിവിടെ ഒഴിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 100ഓളം വിശ്വാസികളാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. ഗേറ്റ് ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. പോലീസിന്റെ വളരെ നല്ല രീതിയിലുള്ള ഫോഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് അവരുടെ വിശ്വാസത്തെ അവർ വിട്ടുകളയാൻ തയ്യാറല്ലെന്നും അത് കോടതി മുമ്പാകെ ധരിപ്പിക്കുന്നു. ഒഴിഞ്ഞു പോകാൻ മരിച്ചാൽ അല്ലാതെ ഇവിടുന്ന് ഒഴിയില്ലെന്നും ആണ് അവർ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ സാധ്യമല്ല. നിരവധി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുള്ള ഒരു സംഘമാണ് ഇവിടെ നിൽക്കുന്നത്. അതിനാൽ തൽക്കാലം ഇവിടെ കൂടി നിൽക്കുന്നവരുടെ പേരും അഡ്രസ്സും നമുക്ക് തടസ്സം സൃഷ്ടിച്ചവരെ എടുക്കുക മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരി ഏകദിന സെമിനാർ നടത്തിയത്. EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രഭാഷകൻ പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ നാരായണ ഗുരു
സമാധിസ്ഥനായി. ഒരു നാരായണഗുരു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എല്ലാവരും പറയുന്ന ഗുരുവായൂർ സൗകര്യം ആത്മനയം ആഗ്രഹിച്ചിങ്ങനെ തന്നിരിക്കുന്നത് പോലെ ഗുരു നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശത്തിൻ്റെ സൗകര്യത്തിൽ ഈ അന്തരീക്ഷത്തെ ഇങ്ങനെ വാസനാവാസ്തവമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന തന്റെ തത്വം ലഭിച്ചത് തന്റെ അദ്വൈതം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. 100 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, സുഹൃത്തുക്കൾ അവരോട് ഇങ്ങനെ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നത് സ്വാമികൾ നിർദ്ദേശം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ TR അജയൻ അധ്യക്ഷനായി. KN സുകുമാരൻ സ്വാഗതവും B വത്സൻ മംഗലം നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗുരുവിന്റെ ഹിന്ദുത്വ ദർശനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് മേനോൻ മോഡറേറ്ററായി, TS ശ്യാംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. C അശോകൻ സംസാരിച്ചു. രതീഷ് കണ്ണമ്പ്ര സ്വാഗതവും CP ശിവരാമൻ നന്ദിയും പറഞ്ഞു. ശ്രീനാരായണ ഗുരുവും കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. A സന്ധ്യ മോഡറേറ്ററായി. R പാർവതി ദേവി മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ സുജ സൂസൻ ജോർജ് സംസാരിച്ചു. ലളിത മധു സ്വാഗതവും MN ലളിതാദേവി നന്ദിയും പറഞ്ഞു. സമാപന യോഗം സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ CP ചിത്രഭാനു അധ്യക്ഷനായി. R ശാന്തകുമാരൻ സ്വാഗതവും TV രാഹുൽ രാജ് നന്ദിയും പറഞ്ഞു. അപ്രതീക്ഷിതമായി വീശിയടിച്ച കാറ്റിൽ കിഴക്കഞ്ചേരി പട്ടയംപാടത്ത് റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ വൻ നാശനഷ്ടം. തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലുമാണ് പട്ടയംപാടം പ്രദേശത്ത് വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണത്. പട്ടയംപാടം പുതുശ്ശേരി ബെന്നി, അബ്രഹാംസ്കറിയ, വള്ളോടത്തുമാലിൽ ഷാജി എന്നിവരുടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും തേക്ക്, മാവ്, പ്ലാവ്, ജാതി തുടങ്ങിയവയുമാണ് കടപുഴകിയും ഒടിഞ്ഞും വീണത്. ഉച്ചയ്ക്കുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ഏകദേശം ഒരു 40ഓളം റബ്ബറും ജാതി, തേക്ക്, നല്ല മാവ്, നല്ല കായ്ക്കുന്ന മാവ്, ബൂസൊക്കെ മാങ്ങിയുണ്ടാവുന്ന മാവ് മുതലായവ നഷ്ടപ്പെട്ടു. ജാതിയൊക്കെ നല്ലോണം കായ്ക്കുന്ന ജാതികളായിരുന്നു നഷ്ടപ്പെട്ടത്. ജാതിയും ഒരു 15 വർഷം പഴക്കമുള്ള ജാതിയാണ്. അത് നല്ലതായി കായ്ക്കുന്ന, നല്ല ഫലം തരുന്ന, കാഫലം തരുന്ന ജാതികളാണ് പോയത്. റബ്ബർ ഏകദേശം ഒരു 40 റബ്ബർ. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ മൊത്തം വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നമുക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്തേക്കുന്നത്. ശക്തമായ കാറ്റിൽ ഇരട്ടക്കുളം ദേശീയപാതയോരത്ത് കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണു. വൈറ്റ് ഹൗസ് ഹോട്ടലിന് സമീപത്തെ പാടത്ത് സ്ഥാപിച്ച വമ്പൻ പരസ്യ ബോർഡാണ് നിലംപതിച്ചത്. ആളപായമില്ല. തെന്നിലാപുരത്ത് കാറ്റിലും മഴയിലും മരം വീണ് വീടുകൾ തകർന്നു. വയോധികയ്ക്ക് പരിക്കേറ്റു. കാവശ്ശേരി തെന്നിലാപുരത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 33ഓളം വൈദ്യുത തൂണുകൾ നിലംപൊത്തി. മരം വീണ് 15ഓളം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന തെന്നിലാപുരം പടിഞ്ഞാറത്തറ ദേവുഅമ്മ 70 വയസ്സിന് മരം വീണ് ഇരു കാലുകളുടെയും തുടയെല്ല് പൊട്ടി. നട്ടലിനും സാരമായി പരിക്കേറ്റു. ഇവരെ പാലക്കാടിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. തെന്നിലാപുരം പാറക്കൽ വീട്ടിൽ ശിവരാമൻ 63 വയസ്സ്, സരസ്വതി 56 വയസ്സ് എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന് മുമ്പിലെ ചായപ്പിൽ ഇരിക്കുകയായിരുന്ന ഇരുവരും കാറ്റ് വീശുന്ന ശബ്ദം കേട്ട് വീടിന് പുറകുവശത്തേക്ക് ഓടിയതിനാൽ രക്ഷപ്പെട്ടു. ചായപ്പിലേക്ക് വൻമരം കടപുഴകി വീണ് പൂർണ്ണമായും തകർന്നു. തേക്കുപാടത്ത് ലതിക അനിൽ ദമ്പതികളുടെ ഒറ്റമുറി ഷീറ്റ് മേഞ്ഞ വീടിലേക്ക് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. കാറ്റ് ഇങ്ങനെ വീശിയപ്പോൾ ഞങ്ങൾ വീട്ടിന്റെ മുൻവശത്തിരിക്കുന്നു. ഇവിടെ ഈ കോലായിലിരിക്കുമ്പോൾ ലക്ഷണം ശരിയല്ല. ഒരു കാറ്റ്, നല്ല കാറ്റ് വന്നു. നല്ല കാറ്റ് വന്നപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു, സരസ്വതി ലക്ഷണം ശരിയല്ല, നമുക്ക് ബാക്കിലേക്ക് പോവാ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞോളൂ. അപ്പോഴേക്ക് ഒരു മിനിറ്റ് ആയില്ല, അപ്പോഴേക്ക് ഈ വീട് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഓടി. അതുണ്ടായത്. പടിഞ്ഞാറേത്തറ കൃഷ്ണൻകുട്ടി, ദേവി പ്രകാശൻ, സൂര്യനാരായണൻ, രമേശ്, സുരേഷ് എന്നിവരുടെ വീടുകൾ മരം വീണ് ഭാഗികമായി തകർന്നു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്ന് KSEB അധികൃതർ അറിയിച്ചു.
കാറ്റും മഴയും KECBക്ക് 1.5 കോടിയോളം രൂപയുടെ നഷ്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. ജൂലൈ 17 വരെയുള്ള കണക്ക് പ്രകാരം 1.27 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലെ കണക്ക് കൂടിയെടുത്താൽ 1.5 കോടിയോളം രൂപയുടെ നഷ്ടം വരും. പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ ഇലക്ട്രിക് ഡിവിഷന് കീഴിലാണ് ഏറ്റവും അധികം നഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ ഡിവിഷന് കീഴിൽ നെന്മാറ, പുതുക്കോട്, കിഴക്കഞ്ചേരി, ആലത്തൂർ സെക്ഷനുകളിലാണ് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. വൈദ്യുതി തൂണുകളും ഇലക്ട്രിക് ലൈനുകളും ട്രാൻസ്ഫോമറുകളും തകർന്നാണ് ഏറ്റവും അധികം നഷ്ടം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യമേഖലയെ സംരക്ഷിക്കുന്ന 108 ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേതനം നൽകുന്നില്ല എന്നാരോപിച്ച് BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ പ്രതിഷേധം BMS ജില്ലാ കമ്മിറ്റി അംഗം V ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. S രാജേന്ദ്രൻ, V സനീഷ്, K രമൺദാസ് എന്നിവർ സംസാരിച്ചു. ഭാരതീയ മസ്വകത്വം മെമ്മോറിയൽ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് നോട്ടീസ് കൊടുക്കുകയും നാളിതുവരെയുമായിട്ട് പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ടാണ് 108 ആംബുലൻസിലെ തൊഴിലാളികൾ വിവിധ ജില്ലകളിൽ വലിയ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി ഇന്ന് കളക്ടറേറ്റിന് മുന്നിലേക്ക് വന്നിരിക്കുന്നു. അടിയന്തരമായി കേരളത്തിലെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ തൊഴിൽ മന്ത്രി, ആരോഗ്യമന്ത്രി ഇതുപോലെ ഇടപെട്ടുകൊണ്ടുള്ള ആ കമ്പനിയുമായി തൊഴിലാളികളുടെ വേതനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം നടപ്പിലാക്കണമെന്നാണ് BMS ഈ ധർണയിൽ ആവശ്യപ്പെടുന്നത്. കർണാടകയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ലോറി ഡ്രൈവർ അർജുനനെ കണ്ടെത്തുന്നതെന്നാവശ്യപ്പെട്ട് ഹെവി ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം CITU സംസ്ഥാന കമ്മിറ്റി അംഗം SP രാജു ഉദ്ഘാടനം ചെയ്തു. CITU ജോയിന്റ് സെക്രട്ടറി K സുരേഷ് അധ്യക്ഷനായിരുന്നു. N ചൊക്കനാഥൻ, പ്രിന്റോ, M ബിനുകുമാർ, K ഗിരീഷ്, ഗോപാലൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായി ജ്ഞാനപ്പാന ആലാപനയജ്ഞം സംഘടിപ്പിച്ചു. NSS കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. KK മേനോൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ശ്രുതി ശ്യാം, KA ചന്ദ്രൻ, R സുരേഷ് മേനോൻ, C കരുണാകരൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോളേജുകളിൽ ആധുനിക വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും മാറ്റം വേണമെന്ന് മന്ത്രി R ബിന്ദു. വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന പദ്ധതികളാണ് ആവശ്യമെന്നും R ബിന്ദു. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പോലീസ് പിന്മാറി. മംഗലം, ചെറുകുന്നം, എരിക്കിഞ്ചിറ പള്ളികളിലാണ് പ്രതിഷേധം. ചെറുകുന്നത്ത് വിശ്വാസികളും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷമാണ് വടക്കഞ്ചേരിയിൽ നടന്നത്. കാറ്റും മഴയും കിഴക്കഞ്ചേരി പട്ടയംപാടത്ത് റബ്ബർ മരങ്ങൾ വീണ് വൻ നാശനഷ്ടം. ജില്ലയിൽ KECBക്ക് 1.5 കോടിയോളം രൂപയുടെ നഷ്ടം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.